എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞങ്ങളുടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു പാവ് ഭാജി മസാലയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതിനു മുൻപും ഞാൻ പാവ് ഭാജി മസാലയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതൊരു സ്ട്രീറ്റ് സ്റ്റൈലാണ്. പാവ് ഭാജി മസാല ഉണ്ടാക്കാനുള്ള പൗഡറിന്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണാൻ മറക്കരുതേ. അപ്പൊ വീട്ടിലുണ്ടാക്കുന്ന മസാല പൗഡർ വെച്ച് ഉണ്ടാക്കുമ്പോൾ പ്രത്യേക സ്വാദാണ്. അപ്പൊ എന്തായാലും തയ്യാറാക്കി നോക്കുക. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വീനാസ് കറികളിന്റെ വാട്സ്ആപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണാൻ മറക്കരുത്, അതിൽ ജോയിൻ ചെയ്യുക. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ ലിങ്കും അതുപോലെ തന്നെ എന്റെ വിശേഷങ്ങളൊക്കെ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള പാവ് ഭാജി മസാല തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് പാവ് ഭാജി മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടാവട്ടെ. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ക്യൂമിൻ സീഡ്സ് ഇട്ട് കൊടുക്കാം, അതായത് ജീരകം ഇട്ട് കൊടുക്കാം, ചെറിയ ജീരകം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാവ് ഭാജി പൗഡർ, പാവ് ഭാജി മസാല പൗഡർ. ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്, അതിന്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ. ആ പാവ് ഭാജി പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ബീറ്റ്റൂട്ടിന്റെ പകുതി ഭാഗം, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് 1, ക്യാരറ്റ് 1. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗ്രീൻ പീസ് ആണ്, ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ 3 തക്കാളി, ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് ഇതിൽ കിടന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ വെജിറ്റബിൾസ് ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു കടായി എടുക്കുക. അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. നമ്മൾ ബട്ടർ മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ട് അതിലോട്ട് ഞാൻ ഒരു ചെറിയ കാപ്സിക്കം വളരെ നൈസാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ 2 സവാള വളരെ നൈസാക്കി അരിഞ്ഞത്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. ഇപ്പൊ 2-3 വിസിൽ വരുമ്പോൾ നമുക്ക് അപ്പൊ കുക്കർ ഓഫ് ചെയ്തിടണേ. അപ്പൊ നമ്മുടെ ഒണിയനും ക്യാപ്സിക്കും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി തീ കുറയ്ക്കണം. ചെറിയ തീയിലിട്ടതിന് ശേഷം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിന്റെ പച്ചമണം മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നോർമൽ ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാകും കേട്ടോ. പിന്നെ റെസ്റ്റോറന്റിലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കളർ ചേർക്കാറുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് റെഡ് കളർ കൂടെ ചേർക്കാം. ആ ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ ആ ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് 2 ടീസ്പൂൺ പാവ് ഭാജി മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഹോം മെയ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചത്. നമ്മുടെ ലിങ്ക് ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വളരെ ഈസിയാണ് വീട്ടിലുണ്ടാക്കാൻ. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തിയുടെ പൗഡറാണ്. കസൂരി മേത്തി വാങ്ങിച്ചിട്ട് റോസ്റ്റ് ചെയ്യുക, അതിനുശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന പൗഡറാണ് 1 ടീസ്പൂൺ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ തീ ചെറുതിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, ഏറ്റവും സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഒരു 5 അല്ലി വെളുത്തുള്ളി, അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും. അല്ലെങ്കിൽ വളരെ നൈസാക്കി അരിഞ്ഞിട്ട് കൊടുത്താലും മതിയാകും. അതേപോലെ തന്നെ 2 പച്ചമുളക് വളരെ നൈസാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയുടെ ഇല, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റോളം ചെറിയ തീയിൽ നന്നായി അങ്ങ് വഴറ്റിയെടുക്കാം. ഞാനൊരു അല്പം ഓറഞ്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ ചെയ്യുമ്പോൾ മാത്രം ചേർക്കാറുള്ളൂ, സാധാരണ രീതിയിൽ ചേർക്കാറില്ല. അപ്പൊ നിങ്ങൾ ചേർക്കണമെന്നില്ല, ഞാനൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. ഈ റെസിപ്പി നമ്മുടെ കുക്കിംഗ് ചാനലില്ലേ, അതിലത്തെ യാമന്റെ റെസിപ്പിയാണ്. യാമനെ ഇപ്പോൾ കാണാറില്ല, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. പുള്ളിയുടെ റെസിപ്പി ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിനു മുമ്പ് പാവ് ഭാജി മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ, നമ്മുടെ രീതിയിൽ. ഇത് മുംബൈ സ്ട്രീറ്റ് സ്റ്റൈലിലാണ് ഈ റെസിപ്പി. ഇനി നമുക്ക് ഇതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര്. ഇപ്പോൾ ഇതിലത്തെ പാവ് ഭാജി മസാലയുടെ പുളി നോക്കിയതിന് ശേഷം വേണം ഇതിലത്തെ നാരങ്ങയുടെ നീരിന്റെ അളവ് തീരുമാനിക്കാനേ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് പുളി ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവില്ല. ഇത് നന്നായിട്ട് അങ്ങ് കിടന്ന് തിളക്കട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ടാവും, അത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ പച്ചക്കറി കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്നില്ല, അത് നന്നായി കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു മാഷർ വെച്ചിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. എല്ലാം അത് നന്നായിട്ടങ്ങ് ഉടച്ചെടുക്കണം കേട്ടോ. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഗ്രീൻ പീസ് ഉണക്ക ഗ്രീൻ പീസ് ആണെങ്കിൽ, ഡ്രൈ ഗ്രീൻ പീസ് ആണെങ്കിൽ ആദ്യം തന്നെ വെള്ളത്തിലിട്ടതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഗ്രീൻ പീസ് മാത്രം കുക്കാവേണ്ടി കിടക്കുക. ഇതിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഫ്രോസൺ ആയതുകൊണ്ട് കുഴപ്പമില്ല, അപ്പം തന്നെ ചേർത്താലും മതി.
അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട്. അതിലോട്ട് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറിയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം മുഴുവനും മാഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല. ഇത് നന്നായിട്ടൊന്ന് കുറുകണം. കുറുകി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറുകിയതിന് ശേഷം മാത്രം രുചി നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോൾ രുചിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല പുളി ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് പുളി ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു നുള്ളു പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്. നന്നായി തിളക്കട്ടെ. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പാവ് ഭാജി മസാല ആയതുകൊണ്ട് അതിൽ അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കുന്ന ലെമൺ ജ്യൂസിന്റെ അളവ് നോക്കണം കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന പാവ് ഭാജി മസാല കബോർഡിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതിയാകും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 6 മാസം വരെ കേടാവാതിരിക്കും. പക്ഷെ നമ്മൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പാവ് ഭാജി മസാല എന്ന് പറയുന്ന ഒരു 10 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മസാല ഉണ്ടാവുള്ളൂ കേട്ടോ. പാവ് ഭാജി ഞാനാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും പാവ് ഭാജി ഉണ്ടാക്കും. 10 ആഴ്ചക്ക് ഉള്ള മസാലയെ അതിൽ കാണുള്ളൂ. കൂടുതൽ ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം. പക്ഷെ എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് തിന്നാവാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല ഈ ഗ്രേവി. അതെപ്പോഴും ശ്രദ്ധിക്കാം. അപ്പൊ നമ്മുടെ പാവ് ഭാജി മസാല റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ രുചിച്ച് നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഫൈനലായിട്ട് അല്പം കൂടി കസൂരി മേത്തി നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയുടെ ഇല മിക്സ് ചെയ്ത് കൊടുക്കാം. ഹോം മെയ്ഡ് പാവം ഉപയോഗിക്കാം. ഒന്നുമില്ലെങ്കിലും ബ്രെഡ് വെച്ചിട്ടും കഴിക്കാം കേട്ടോ. ഇന്ന് പുറത്തുനിന്നുള്ള പാവാണ് എൻ്റെ അടുത്തുള്ളത്. പക്ഷെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയല്ലോ, അല്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇനി പാവ് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു തവ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പാവ് ബണ്ണ് എടുക്കാം. ഞാൻ പറഞ്ഞ പോലെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയതായിട്ടുള്ളത്. ഇത് നമുക്കതൊന്ന് ഹാഫായിട്ടൊന്ന് മുറിക്കാം. അപ്പം ഇതിങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഈ കടായിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം അതിലോട്ട് മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം. നല്ലൊരു വാസന വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പാവ് ഭാജിയുടെ മസാല കറിയില്ലേ, അത് കുറച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ മുറിച്ച് വെച്ചിരിക്കുന്ന പാവ് ബൺ ഇതിലോട്ടങ്ങ് വെച്ച് കൊടുക്കാം. ഒന്ന് റോസ്റ്റ് ചെയ്യുക, തിരിച്ച് വെക്കുക. നമ്മൾ പുറത്തുനിന്ന് സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പാവ് ഭാജി മസാലയുടെ ടേസ്റ്റ് കിട്ടും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ടോസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ സാധാരണ പോലെ കഴിക്കാം. ഇത്രയുള്ള പരിപാടി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ കുട്ടികളെ ഇതേ ഞാൻ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗോൾഡൻ പ്ലേറ്റിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊന്നും വേണ്ട കേട്ടോ. ഇത് പ്രസന്റേഷന് വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്തതാണ്. 2 പാവ് ബൺ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. മസാല അതിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഓണിയൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലെമൺ ജ്യൂസിന് വേണമെങ്കിൽ മാത്രം ലെമൺ വെഡ്ജസ് ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സും പച്ചമുളക് വെച്ചിട്ട് സൂപ്പറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. നമ്മളെ സ്ട്രീറ്റ് സ്റ്റൈൽ പാവ് ഭാജി മസാല, അതേപോലെ തന്നെ മസാലപ്പൊടിയുടെ വീഡിയോ കാണാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.